എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഇത്രയും കാലം ഏതൊരു ദൈവത്തിനെയാണോ പ്രാർത്ഥിച്ചിരുന്നത്, ആ ദൈവം ഇത് തന്നെയാണ് എന്ന് പിന്നീടുള്ള ഒരു വർഷം ഞാൻ അന്ന് അവൈലബിൾ ആയിട്ടുള്ള എനിക്ക് കിട്ടാവുന്ന ഭഗവാൻ സത്യസായി ബാബയെ പറ്റിയുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തു. സ്വപ്നമല്ല, ശരിക്കും സ്വപ്ന ദർശനങ്ങൾ കിട്ടി. സ്വപ്ന ദർശനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു കാര്യം ശരിയാണെന്ന് ചിന്തിച്ചാൽ അതിനനുസരിച്ച് അന്തരീക്ഷം മുഴുവൻ അത് ശരിയാണെന്നുള്ള തെളിവ് തരും. ശരീരത്തിൻ്റെ ഓരോ പാർട്ടായിട്ട് ഡിറ്റീരിയറേറ്റ് ചെയ്ത് വരികയാണ്. ഓരോ ഭാഗങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെ നിലച്ച് വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസീത പറഞ്ഞു മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്നാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന പോലെ ഞാനൊരു കാഴ്ച കാണുന്നത്. ഇങ്ങനെ വളരെ ശക്തിയായിട്ട് കിഡ്നി ഇതൊന്നും ശരിക്കും വർക്ക് ചെയ്യില്ല. അപ്പം ഇതിങ്ങനെ ആഞ്ഞു കുത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ തലയിലോട്ടൊരു അടി തന്നതുപോലെ. ഈ വിധവകൾക്ക് അരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം 10 വിധവകൾക്ക്. ചേച്ചി, ഈ സത്യസായി ബാബ, ഭഗവാൻ സത്യസായി ബാബ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളും എന്നാൽ അദ്ദേഹത്തെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ഒരു കൂട്ടം ആളുകളുള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ നിറയെ ഭഗവാൻ സത്യസായി ബാബയുടെ ചിത്രങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിനിടയിൽ എനിക്ക് വിദേശ രാജ്യത്തു നിന്ന് ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രോഹിതിന് പാസ്പോർട്ട് അയച്ചു തരുമോ? ഞാൻ എന്തിനാണ്? രോഹിതിന് ഞാൻ വിസയും പാസ്പോർട്ടും എടുത്തു തരാം, ഞങ്ങളിവിടെ വരണം, ഇവിടെ ഭഗവാന്റെ ചിത്രം കുറേ അത്ഭുതങ്ങൾ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, എന്നെ വിളിച്ചു. അപ്പോൾ അത്രത്തോളം ഗാഢമായി ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യ ദൈവങ്ങളാണ് ഇവരെ ആരാധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവരാണ് മലയാളികൾ. അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന പല ആളുകളും ഇന്ന് പലയിടത്തും പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്തുകൊണ്ടാണ് ഭഗവാനോട് ഇത്ര വലിയ ആരാധന, സത്യസായി ബാബയോട് വലിയ ആരാധന? എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വാമിയെ പറ്റി അറിയുന്നത് എനിക്ക് തോന്നുന്നു 2002-2003 കാലഘട്ടത്തിലാണ്. ഒരു ദിവസം അമ്മ ആണ് ഒരു പുസ്തകം എൻ്റെ കൊണ്ട് തരുന്നത്. ഭഗവാൻ സത്യസായി ബാബയുടെ തപോവനം എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിനകത്ത് സ്വാമിയുടെ ജീവചരിത്രവും പിന്നെ ധാരാളം മറ്റ് ചരിതങ്ങളും ഉണ്ട്. സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ പൊതുവെ എനിക്ക് വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ ഗുരുക്കന്മാരോടൊക്കെ വളരെ ആദരവായിരുന്നു. ഒന്ന് കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ്. ഒന്ന് ചെറുപ്പം തൊട്ട് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുകൊണ്ടും സപ്താഹമൊക്കെ കൂടിയിരിക്കുന്നുകൊണ്ടും ധാരാളം പ്രഭാഷണങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. രണ്ടാമത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളെ പോലും നന്നാക്കാനോ അയാളുടെ ഒരു സിഗരറ്റ് വലി മാറ്റാനോ അല്ലെങ്കിൽ മദ്യപാനം മാറ്റാനോ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ തന്നെ പരിചയത്തിലുള്ള പലരും ഇങ്ങനെയുള്ളവരുടെ അടുക്കൽ പോവുകയും അവരുടെ ജീവിതം നന്നാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചത്. ഇവരുടെ അടുക്കൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അവരിൽ എന്തെങ്കിലും ഒരു കഴിവ് കാണും. പക്ഷെ അങ്ങനെ അല്ലാത്തവരുണ്ട്. തിന്മ നിറഞ്ഞവരുടെ അടുക്കലും ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നവരിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പരിവർത്തനം ആ കുടുംബം തന്നെ രക്ഷപ്പെടുന്ന കാണുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെക്കൊണ്ട് ഒരാളെ പോലും നന്നാക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ എന്തോ ഒരു കഴിവുള്ളത് കൊണ്ടല്ലേ ഇവരുടെ അടുക്കലേക്ക് ഇത്രയും ജനങ്ങൾ ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാതാ അമൃതാനന്ദമയി അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അന്ന് ഏറ്റുമാനൂർ വന്നപ്പോൾ വിശ്രമിക്കാനായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ അമ്മയെ സ്വീകരിച്ചു, അന്നമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. പിന്നെ ധാരാളം ഗുരുക്കന്മാരൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2002 അമ്മ എനിക്ക് ഭഗവാൻ സത്യസായി ബാബയുടെ ബുക്ക് തരുന്നത്. പൊതുവേ ഇങ്ങനത്തെ ഒന്നിനെ നിന്ദിക്കാത്തത് കൊണ്ടും വളരെ ആദരവുള്ളതുകൊണ്ടും ഞാൻ വളരെ ബഹുമാനപൂർവ്വം അത് മേടിച്ചു. അമ്മ പറഞ്ഞതുപോലെ വായിച്ചു. പക്ഷെ വായിക്കാൻ തുടങ്ങി കുറേ വായിച്ചു മുന്നോട്ട് പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുനീര് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ ഭാഗം വായിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഇത്രയും കാലം ഏതൊരു ദൈവത്തിനെയാണോ പ്രാർത്ഥിച്ചിരുന്നത്, ആ ദൈവം ഇത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നലുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇത് വ്യക്തിപരമാണ്. ഓരോ മനുഷ്യനും അത് റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ അനുഭവത്തിനേക്കാളും വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവമാണ്. അപ്പോൾ ആ പുസ്തകം ഞാൻ വായിച്ചു തീർത്തു. എൻ്റെ മനസ്സിലെ പല സംശയങ്ങൾക്ക് ഉത്തരം കിട്ടി. പിന്നീടുള്ള ഒരു വർഷം ഞാൻ അന്ന് അവൈലബിൾ ആയിട്ടുള്ള എനിക്ക് കിട്ടാവുന്ന
ഭഗവാൻ സത്യസായി ബാബയെ പറ്റിയുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തു. കോളേജിലൊക്കെ ഫ്രീ പീരീഡ് വരുമ്പോഴെല്ലാം വായനയാണ്, മുഴുവൻ വായിച്ചു തീർത്തു. അപ്പോഴാണ് എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ധാരാളം സംശയങ്ങൾക്ക് എനിക്ക് ഇതുവരെ കിട്ടാത്തതിന് ഉത്തരം കിട്ടി. അങ്ങനെ ആ ഒരു വർഷം കൊണ്ട് ഞാൻ സ്വാമിയുമായിട്ട് വളരെയധികം അടുത്തു എന്ന് പറയാം. പിന്നീട് ജീവിതത്തിലുണ്ടായ ധാരാളം സംഭവങ്ങൾ, അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വാമിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് കുറേ സ്വപ്നം കിട്ടി. സ്വപ്നമല്ല, ശരിക്കും സ്വപ്ന ദർശനങ്ങൾ കിട്ടി. സ്വപ്ന ദർശനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സാധാരണ ആ ഒരു കാഴ്ചകളാണ്. സ്വപ്ന ദർശനം എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, ദൈവം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ, ഋഷീശ്വരന്മാരൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ വന്നാൽ അത് സ്വപ്ന ദർശനമാണ്. കാരണം നമ്മൾ എത്ര ശ്രമിച്ച് കിടന്നാലും ഇവരെ ഒന്നും കാണാൻ പറ്റില്ല, ഇവരായിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മൾ പല കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ, രാജാവിൻ്റെ രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന് ഭഗവാൻ പറഞ്ഞു ഇന്നടത്ത് ക്ഷേത്രം പണിയുക എന്നൊക്കെ. അതൊക്കെ നിർദ്ദേശങ്ങളാണ്, സ്വപ്ന ദർശനങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറേ സ്വപ്ന ദർശനങ്ങൾ കിട്ടി. ഇവിടെ ഡയറിയിൽ മുഴുവൻ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വപ്ന ദർശനങ്ങൾ വന്നതോടുകൂടി അതിൽ പല സൂചനകളുണ്ട്. അത് മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം കൂടുതൽ മനോഹരമായി നന്മയുടെ പാതയിലേക്ക് കൂടുതൽ സഞ്ചരിക്കാൻ സാധിച്ചു. എനിക്ക് എന്നെ തന്നെ കൂടുതൽ നല്ല ഒരാളായിട്ട് മാറ്റാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ലക്ഷ്യം എന്താ? നമുക്ക് എപ്പോഴും തോന്നും ഇതിൽ നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കണം, അല്ലേ, കുറച്ചുകൂടി നന്മ ചെയ്യണം, ഒരു സാധാരണ മനുഷ്യൻ്റെ. അപ്പോൾ ഭഗവാൻ സത്യസായി ബാബയുടെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സമാധാനവും എൻ്റെ കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലത് പറഞ്ഞു കൊടുക്കാനും സമൂഹത്തിലേക്ക് കുറച്ചുകൂടി നല്ലത് പറഞ്ഞു കൊടുക്കാനും എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി വ്യക്തമാക്കാനും ഓരോ സംഭവങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകളും ഒക്കെ തരുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ ഞാൻ എന്തിനു ഉപേക്ഷിക്കണം? ഇതിനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ അർജുനെ പോലെ, അർജുനനെ എല്ലാവരും കളിയാക്കി, നീ ഈ കാലിച്ചക്കൻ്റെ പുറകെ നടന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലേ? പക്ഷെ എപ്പോഴാണോ ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിയത്, അർജുനൻ തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും കളിയാക്കി, പക്ഷെ ആർക്ക് ഭഗവാനെ കിട്ടി? അർജുനനെ കിട്ടി. പിന്നെ ഞാൻ പരിഹാസങ്ങളും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ബോധ്യമായി ഇത് സാക്ഷാൽ ഈശ്വരനാണ്. അതിനനുസരിച്ച് നമ്മളൊരു കാര്യം ശരിയാണെന്ന് ചിന്തിച്ചാൽ അതിനനുസരിച്ച് അന്തരീക്ഷം മുഴുവൻ അത് ശരിയാണെന്നുള്ള തെളിവ് തരും. നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ചാണ്, തോട്ട് പ്രോസസ്സ് അനുസരിച്ചാണ്. നമ്മളൊരു കാര്യം തെറ്റാണെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ളത് ഒരുങ്ങി വരും. അപ്പം ഇത് ഈശ്വരനാണെന്ന് എനിക്ക് ഉറപ്പായതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത്. അപ്പോൾ ഈ എല്ലാ വർഷവും പുട്ടപർത്തിയിലേക്കുള്ള യാത്ര, അവർ നടത്തുന്ന സർവീസ് മേഖലകളിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുക, ഇത്തരം ആക്ടിവിറ്റികളിലൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രഭാഷണ മേഖലയിലേക്ക് വന്നപ്പോൾ അത് കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വാമിയിലേക്ക് വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് ആദ്യം കിട്ടിയ 2-3 സ്വപ്ന ദർശനം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, സ്വാമി എപ്പോഴും വയ്യാതെ എൻ്റെ മടിയിൽ കിടക്കുന്നു, ഞാൻ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സമിതിയിൽ അന്നത്തെ കൺവീനർ ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടൻ്റെ വൈഫായിട്ടുള്ള ജയചേച്ചി എന്നോട് പറഞ്ഞു, മക്കളെ വയ്യാത്തവരെ, രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത് നിൻ്റെ ഒരു ധർമ്മമാണ്. ആ ഒരു സൂചനയായിരിക്കും സ്വാമി തന്നത്. അപ്പോൾ ജയചേച്ചി അസാമാന്യമായിട്ട് സേവന പ്രവർത്തനം ചെയ്യുന്നയാളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, വാലായിട്ട് ജയചേച്ചിയുടെ കൂടെ കൂടും. അന്ന് ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ജയചേച്ചിക്ക് പോകാൻ വാഹനമൊന്നുമില്ല. അപ്പം ഞാൻ എന്നും രാവിലെ ആകുമ്പോൾ ചോദിക്കും, കോളേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എന്തെങ്കിലും സർവീസ് ഉണ്ടോ? അങ്ങനെ ജയചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സേവന പ്രവർത്തനങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയത്. പക്ഷേ എൻ്റെ ജീവിതം ഒത്തിരി മാറ്റിമറിച്ച, കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റിയ ഒത്തിരി സാഹചര്യങ്ങൾ അതിലുണ്ടായി. ഈ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? ധാരാളമുണ്ട്. നമ്മളുടെ ഇവിടെ ഓണംതുരുത്ത് അടുത്ത് ഒരമ്മ ഉണ്ടായിരുന്നു, പാർവതിയമ്മ എന്ന പേര്. അമ്മയ്ക്ക് 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, ഒരാണും 2 പെൺകുട്ടികളും. ഇവർ 3 പേർക്ക് ഹെറിഡിറ്ററി ഡയബറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇത്രയും ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് നല്ല ബോധമുണ്ട്, പക്ഷേ ശരീരത്തിൻ്റെ ഓരോ പാർട്ടായിട്ട് ഡിറ്റീരിയറേറ്റ് ചെയ്ത് വരികയാണ്. ഓരോ ഭാഗങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെ നിലച്ച് വരികയാണ്. അങ്ങനെ ആ മോൻ മരിച്ചു കഴിയുമ്പോഴാണ്
പിന്നെ ജയചേച്ചി ഞാനുമായിട്ട് ചെല്ലുന്നത് അവിടെ. അതിനു മുമ്പ് തന്നെ സായി ഓർഗനൈസേഷൻ അവിടെ ഉണ്ട്. ഞാൻ അപ്പോഴാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ കൂടെ പോകും. അപ്പം ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ അവരുമായിട്ട് നല്ല അടുപ്പത്തിലായി. പിന്നെ എനിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ അമ്മയോട് പറയും എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ മിക്കപ്പോഴും അവിടെ പോയി 2 പെൺകുട്ടികൾ, പ്രസീത, പ്രിയ, 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ പ്രിയയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ ഒക്കെ നിറമാണ്. പക്ഷെ ഇവർക്ക് കാഴ്ചയില്ല, സംസാരിക്കാൻ മാത്രം പറ്റും, കിഡ്നി ഇതൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. പ്രിയ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അമ്മ ചെയ്യിച്ചു കൊടുക്കണം. ഒരു കൃഷ്ണൻ്റെ പ്രതിമയുണ്ട്, ആ പ്രതിമയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സംസാരമാണ്. നല്ല ആധ്യാത്മിക ചോദ്യങ്ങളൊക്കെ ഞാൻ ചെല്ലുന്ന നോക്കിയിരിക്കും. ആഴത്തിലുള്ള ആധ്യാത്മിക ചോദ്യങ്ങൾ ചോദിക്കും, പൂർവ്വജന്മത്തിനെ പറ്റിയൊക്കെ. ഇപ്പോൾ പ്രസീതയും ഇതുപോലെ തന്നെ ഉള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ഞാൻ അവിടെ പോകും, ഇവരെ പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങോട്ട് വണ്ടി പോകില്ല. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ഏതെങ്കിലും 2 കുട്ടികളെ, ആൺകുട്ടികളൊക്കെ നമ്മുടെ കൂടെ വരും. പിന്നെ സായി ഓർഗനൈസേഷനിലെ പിള്ളേർ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടും ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ രീതിയോട് അറിയാം. ഞങ്ങൾ കാറിൽ പോകും, ഇവരെ കസേരയിൽ എടുത്തുകൊണ്ട് വരും, കാറ് കിടക്കുന്നിടത്ത്. എന്നിട്ട് കസേരയിൽ നിന്ന് കയറ്റിയിരുത്തും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവിടെ ഇങ്ങനെ ചുമക്കും, ഇങ്ങനെ തിരിച്ചു കൊണ്ടിരുത്തും, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രസീതയ്ക്ക് തീരെ വയ്യ മോളെ, ഡ്രിപ്പ് കൊടുക്കണം എന്നാണ് തോന്നുന്നത്, അപ്പം മോക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരിടത്തും പോയി നിൽക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ, കാരണം മറ്റേ മോൾ ഇവിടെയുണ്ട്. അപ്പോൾ 2 കുട്ടികളെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കൊരാൾ അന്ന് ആരും പെട്ടെന്ന് അതിൻ്റെ സഹായത്തിന് വേണം, കാരണം ഈ കുട്ടിയെ വണ്ടിയിൽ കയറ്റണം, അവിടെ കൊണ്ടുപോയി ഇറക്കണം. അപ്പോൾ എൻ്റെ കോളേജിലെ ലൈബ്രറിയിലെ ഒരു ചേച്ചി അടുത്തുണ്ട്, അപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രിയ ഒരു തരത്തിൽ പിടിച്ച്, പ്രസീതയെ വണ്ടിയിൽ കയറ്റി അവിടെ കൊണ്ടെത്തിച്ചു. ഹോസ്പിറ്റലിൽ ഇറക്കി വിട്ട് കഴിഞ്ഞ് പിന്നെ ഇവർ കെയറെല്ലാം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ചേച്ചി പോയി. ഇപ്പോൾ ഡ്രിപ്പ് ഇടാൻ തുടങ്ങി. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല, ഞാൻ സ്വാമിയുടെ കുറേ ബുക്സൊക്കെ എടുക്കും എപ്പോഴും കയ്യിൽ. ഞാൻ ഇവിടെ നിന്ന് വായിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസീത പറഞ്ഞു മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പോവെങ്കിലും ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പരിചരണങ്ങളൊന്നും ഞാൻ അത്ര ചെയ്തിട്ടില്ല പ്രസീതയ്ക്ക്. അപ്പം ഞാൻ ഈ പ്രസീതയോട് പതുക്കെ പിടിച്ച്, കാരണം നടപ്പിക്കണമെങ്കിൽ നമ്മൾ പിടിച്ച് നിൽക്കണം, പിടിച്ച് ഞാൻ ആ ബാത്റൂമിൽ കൊണ്ടുപോയി അടിവസ്ത്രമൊക്കെ അഴിച്ച് ഞാൻ ആ ക്ലോസറ്റിലിങ്ങനെ ഇരുത്തി കഴിഞ്ഞ് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് എന്നെ ഞെട്ടിപ്പിക്കുന്ന പോലെ ഞാനൊരു കാഴ്ച കാണുന്നത്. ഈ കുട്ടി ഈ അടിവയറിട്ടിങ്ങനെ കൈ കൊണ്ട് കുത്തുകയാണ്, ഇങ്ങനെ വളരെ ശക്തിയായിട്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇത് എന്തുകൊണ്ടാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കിഡ്നി ഇതൊന്നും ശരിക്കും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ ആഞ്ഞു കുത്തുമ്പോഴാണ് 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് യൂറിൻ പോകുന്നു. എനിക്കത് സത്യം പറഞ്ഞാൽ എൻ്റെ തലയിലോട്ടൊരു അടി തന്നതുപോലെ. നമ്മളൊക്കെ ഇത് ബാത്റൂമിലോട്ട് പോകുന്നതും വരുന്നതും പലരും മൊബൈൽ കൊണ്ടായിരിക്കും, വീഡിയോ കണ്ടുകൊണ്ടായിരിക്കാം, കേട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ 100 ചിന്തകളായിരിക്കാം. ഈ ഒരു ഓർഗൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. അപ്പം എനിക്കത് വല്ലാത്തൊരു തിരിച്ചറിവായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു മോളെന്ന് ചോദിച്ചപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാനിവളെ പിടിച്ചെടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു തരത്തിൽ ഞാൻ കുറച്ച് ദൂരം വലിച്ചു കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഊർന്നു പോയി. ഞാൻ ഉറക്കെ വിളിച്ചു, നേഴ്സെന്ന് വിളിച്ചു. നേഴ്സ് ഓടി വന്നു. ഞങ്ങൾ 2 പേരും കൂടെ ഒരു തരത്തിൽ പതുക്കെ കട്ടിലിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ മലത്തി കയറ്റി കിടത്തി, എന്നിട്ട് കാല് കയറ്റി വെച്ചു. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പം പ്രസീത പറഞ്ഞു പ്രസീതയ്ക്ക് വീണ്ടും ബാത്റൂം പോകണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് മുഴുവൻ പോയതായിട്ട് തോന്നില്ല, അതുകൊണ്ട് ഇവർ വെള്ളം കുടിക്കില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിയോട് ഡ്രിപ്പ് ഇടുന്നുണ്ട്, പക്ഷെ വെള്ളം കുടിക്കാനൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഇവർ കുടിക്കില്ല. കാരണം ഈ മൂത്രം ഒഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാതനയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വെള്ളം കുടിക്കാതിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇത് നേരിട്ട് കാണാൻ ശരിക്കും സത്യസായി ഓർഗനൈസേഷനിൽ വന്നുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. നമുക്ക് ജീവിതത്തെപ്പറ്റി വലിയൊരു തിരിച്ചറിവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളെയും കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പറ്റുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു. പിന്നെയുള്ള ഒരു സംഭവം, 2-3 സംഭവങ്ങൾ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഈ വിധവകൾക്ക് അരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം 10 വിധവകൾക്ക് അരി കൊടുക്കുമായിരുന്നു.